സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഹൃദ്യമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കുറുവാളി മമ്മു ഹാജി സാഹിബ് അവറുകൾ, കേരള മുസ്ലിങ്ങളുടെ അനിഷേധ്യ നേതാവ്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാവും ആത്മീയമായ ചൈതന്യത്തിന്റെ ഉടമയുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട കല്ലായി സാഹിബ്, ബഹുമാനപ്പെട്ട സൂഫി സാഹിബ്, പണ്ഡിത ശ്രേഷ്ഠരായ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് അവറുകൾ, എൻ്റെ സഹപാഠി ഉജ്ജ്വലവാഗ്മിയും പ്രാസംഗികനുമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലിയർ അവറുകൾ, ധാരാളം ആളുകൾ, നമ്മുടെ ഇവിടുത്തെ മുദരിസ് അവറുകൾ, ധാരാളം പണ്ഡിതന്മാരും ഉമറാക്കളും നമ്മുടെ സ്റ്റേജിലും സദസ്സിലും ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന്റെ സന്ദേശം വളരെ മുമ്പ് വന്നെത്തിയ മേഖലയാണ് നമ്മുടെ കൊച്ചു കേരളം. സഹാബിമാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം. കാസർഗോഡും കൊടുങ്ങല്ലൂരിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം സഹാബിമാർ ദീൻ പ്രചരിപ്പിക്കാനായി ഇവിടെ വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അലിൽ കുഫി തങ്ങളവറുകൾ, അദ്ദേഹം താബികളുടെ പരമ്പരയിൽപ്പെട്ട മഹാനായ ഒരു വലിയാണ്. അദ്ദേഹം ഈ മേഖലകളിലൊക്കെ തന്നെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും അതിന്റെ പുരോഗതികൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ നാമത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. പതിമൂന്ന് വർഷക്കാലം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിച്ച ശേഷം മക്കത്ത് താമസിച്ചു. 40 വർഷക്കാലം അതിനു മുമ്പ് താമസിച്ചിട്ടുണ്ട് മക്കയിൽ. പക്ഷേ അന്ന് നബിയല്ല. ആ കാലത്ത് ഒരു തെറ്റും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചു. 1400 മുഅ്ജിസത്തുകൾ തങ്ങളുടെ നബുവത്തുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ അവറുകൾ തന്റെ ദലായിലുൻ നബുവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1500ഓളം മുഅ്ജിസത്തുകൾ തങ്ങൾക്കുണ്ടെന്ന് ഇമാം നവവി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതിൽപ്പെട്ട ഒരു കാര്യം മാത്രം മതി ഒരു മനുഷ്യൻ നന്നായിത്തീരാൻ, അവന് ഹിദായത്ത് നൽകാൻ. കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയതുപോലെയുള്ള ഏറ്റവും പ്രധാനമായ മുഅ്ജിസത്തുകൾ തങ്ങൾക്ക് നൽകപ്പെട്ടത് ഇത്ര അധികമുണ്ട് എന്നാണ് ദലായിലുൻ നബുവയിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു കിതാബ് നൽകി, വഹയ് നൽകി. ആദം നബി അലൈഹിസ്സലാമിനും അതിന്റെ ഇപ്പുറമുള്ള എല്ലാ നബിമാർക്കും വഹയ് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് നൽകപ്പെട്ട ഏടുകൾ അവരുടെ മക്കൾക്കും പേരമക്കൾക്കും നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് അത് ആവശ്യവും മതിയായതുമായിരുന്നു. പിന്നീട് ഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കി. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാനുൽ അദീം, പരിശുദ്ധ ഖുർആൻ. ഇതിലൊക്കെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ മനുഷ്യർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള വഴികളാണ്. തൗറാത്ത് ഇറക്കപ്പെട്ടത് മൂസാ നബിക്കാണെങ്കിലും ആയിരക്കണക്കിലുള്ള അമ്പിയാക്കന്മാർ അതനുസരിച്ച് വിധിച്ചിരുന്നു. യഹ്കുമു ബിഹൻ നബിയ്യൂൻ, ധാരാളം അമ്പിയാക്കന്മാർ അതനുസരിച്ച് വിധിച്ചു പോന്നു എന്നാണ്. അവസാനം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു ഖുർആൻ നൽകി, വഹയ് നൽകി. 23 കൊല്ലക്കാലം മക്കത്ത് പരസ്യമായി നിസ്കരിക്കാൻ പറ്റിയില്ല, ജുമാ നടത്താൻ പറ്റിയില്ല. ആദ്യത്തെ ജുമാ നടന്നത് മദീനത്താണ്. അത് നടത്തിയത് അസദ് ബിൻ സുറാറ എന്ന സഹാബിയാണ്. ആ പരിപാടിയിൽ റസൂലുള്ളാഹി പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം സാധ്യമല്ലാതെ വന്നപ്പോഴാണ് തങ്ങൾ മദീനയിൽ വന്നത്. മദീനയിൽ വന്ന് അവിടെ 10 വർഷക്കാലം താമസിച്ചു. അതിനിടയിൽ യുദ്ധങ്ങൾ നടന്നു. പക്ഷേ തങ്ങളുടെ കിതാബ് മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെയല്ല. ഒരായത്തിറങ്ങിയാൽ അപ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ശരിയായ തഫ്സീർ എന്ന് പറയുന്നത് സഹാബിമാരാണ്. ആ സഹാബിമാരെയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അങ്ങനെ 10 വർഷക്കാലം കഴിഞ്ഞതിനു ശേഷം തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ എന്ന മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന വചനം ഇറങ്ങി. അവിടെ പിന്നെ അഹ്കാം, നിർബന്ധമായ കാര്യങ്ങൾ വിലക്കപ്പെട്ട ആ നിലക്കുള്ളതൊന്നും പിന്നെ വന്നിട്ടില്ല. അവസാനം ഇറങ്ങിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ആ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. 90 ദിവസം മാത്രമാണ് ഹജ്ജത്തുൽ വിദായ് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ജീവിച്ചത്. പക്ഷേ ആ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ളാഹി ഒരു നീണ്ട പ്രസംഗം നടത്തിയില്ല. 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഏറിയാൽ. ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി തങ്ങളെ സഹാബിമാർക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ അതിലേക്ക് സൂചന നൽകി. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണത്, കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാ ചുരുക്കം. എന്നിട്ട് ബഹുമാനപ്പെട്ട നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫല്യുബല്ലിഗു, ഈ സന്ദേശം കേട്ടത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ള ആളുകൾ ഇല്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മളെ കണക്ക്. അതെത്തിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാന്റെ ആ സന്ദേശം കിട്ടിയപ്പോ ഒട്ടകപ്പുറത്ത് ഒട്ടകം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങൾ സംഘങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു. വടക്കും തെക്കുമായ പ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവർ അങ്ങോട്ട് പോയി. റസൂലുള്ളാന്റെ ഈ വാക്ക് കേൾക്കാൻ, ആ വാക്ക് കേട്ടവർ ലോകത്ത് മുഴുവനും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം. ഇമാം നബവി തങ്ങൾ പറഞ്ഞതനുസരിച്ച് 10,000 സഹാബിമാരാണ് മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1.25 ലക്ഷം സഹാബിമാർ തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്തു. പക്ഷേ അവിടെ ഉള്ളത്, മദീനത്തുള്ളത് വെറും 10,000 പേർ. ഒരു 2000-ഓളം പേർ മക്കത്തും പരിസരത്തുമായിട്ടുണ്ട്. ബാക്കിയുള്ള സഹാബിമാരൊക്കെ ഇവിടെ ഈജിപ്തിൽ പോയി 5000 സഹാബിമാർ, 3000 ഇറാഖിൽ പോയി, 2000 നമ്മുടെ കേരളത്തിലും സഹാബിമാർ വന്നു. തമീമുദ്ദാരി എന്ന ഒരാൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കടപ്പുറത്ത് കടലിന് സമീപത്തായി അന്ത്യവിശ്രമം കൊള്ളുക. എന്തിനാ വന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അതനുസരിച്ച് എത്തിച്ചു കൊടുക്കാനാണ് ഇവിടെ വന്നെത്തിയത്. അവരുടെ ദൗത്യം നിർവഹിച്ച് ചിലവർ തിരിച്ചുപോയി. തമീമുദ്ദാരി തങ്ങളവരുകൾ ഒരു സഹാബി മാത്രമല്ല, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളും കൂടിയാണ്. മാലിക്കുദ്ദീനാർ ആദ്യം വന്നുപോയി, പിന്നെ രണ്ടാമതും വന്നു. ഏതായാലും
ഒരു മാലിക് ദീനാർ കാസർഗോഡ് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത് നമ്മുടെ കൂടെ തന്നെ കേരളക്കാരെ കൂടെ ഈ മണ്ണിൽ താമസിക്കാൻ ആഗ്രഹിച്ചു. ആ കാലല്ല, അത് കഴിഞ്ഞതിന് ശേഷമുള്ള നൂറ്റാണ്ടിലാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അലിയിൽ കൂഫി തങ്ങൾ അവർ വന്നത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട് കാലഘട്ടം എന്റെ കാലഘട്ടമാണ്. അതിനോട് തൊട്ടടുത്തവർ പിന്നെ, അതിനോട് തൊട്ടടുത്തവർ പിന്നെ എന്ന് പറഞ്ഞ ഈ 3 കർണിന്റെ അടിയിലായി ലോകത്ത് മുഴുവനും ഇസ്ലാമിക സന്ദേശങ്ങളെത്തി. ആഫ്രിക്കയിലെത്തി, തെക്ക് കിഴക്കൻ ഏഷ്യയിലെത്തി, നമ്മുടെ രാജ്യത്തെത്തി, ലോകത്ത് മുഴുവനും എത്തി. ചൈനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു സഹാബി, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചൈനയിൽ, റഷ്യയിൽ, എല്ലാ സ്ഥലങ്ങളിലും സഹാബിമാർ അല്ലെങ്കിൽ താബീങ്ങൾ അല്ലെങ്കിൽ താബീങ്ങൾ ആ വരവ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനം നടന്നത്. യമനിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നു. ഷാബ് ഫാമിലി വന്നു, ബാഫഖി തങ്ങളുടെ കുടുംബം, അത്താസ് കുടുംബം, ജിഫിരി കുടുംബം, അങ്ങനെ ലോകത്തറിയപ്പെടുന്ന സാദാത്തുക്കളുടെ ഏതെല്ലാം പരമ്പരകളുണ്ടോ ആ പരമ്പരകൾ മുഴുവനും ഇവിടെ വന്നു. എന്തിനാ വന്നത്? ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. ആ നിലക്ക് ഇവിടെ സഹാബിമാരും താബീങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ട നമ്മളുടെ മഹാനവറുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയിൽ കൂഫി തങ്ങളവർ, അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇവിടെ ദീൻ നിലനിന്നത്. ഇനി അവരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാവണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. അതിപ്പോഴാ. അപ്പോ സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി നാം തുടരുകയാണ്. ഒരു 10-60ഓളം മുതാലിമീങ്ങൾ പഠിക്കുന്ന നല്ലൊരു ദർസ് ഇവിടെ ഉണ്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നു. കഴിഞ്ഞ റമദാനിലും വന്നിട്ടുണ്ട്. ഈ റമദാനിന്റെ മുമ്പത്തെ. അപ്പൊ ആ സമയത്ത് ഇവിടെ ഉസ്താദുമായി സംസാരിച്ചപ്പോ ദർസ് വളരെ നല്ല നിലയിൽ നടക്കുന്നതായി മനസ്സിലാക്കാൻ. റസൂലുള്ള മക്കത്ത് മദീനത്തുള്ള സമയത്ത് അവിടെ ആയിരക്കണക്കിൽ സഹാബിമാർ തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ദീൻ പഠിക്കാൻ. ആ പഠിക്കുന്ന അതിന്റെ നേരായ പതിപ്പാണ് നമ്മുടെ ദർസുകളിൽ, പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നത്. അവരാണ് പള്ളിയിൽ ഖതീബുമാർ, അവരാണ് ഖാദിമാർ, അവരാണ് മഹല്ലത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾ. ആ നിരക്ക് നമുക്ക് നേതൃത്വം നൽകി വന്നു. ഇപ്പൊ കാലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ, അതുകൊണ്ട് ഭാഷകൾ വേണം. ഒരു എഞ്ചിനീയറാണ് നമ്മുടെ പള്ളിന്റെ സെക്രട്ടറി, ഡോക്ടറാണ് പള്ളിന്റെ പ്രസിഡന്റ്. അവിടെ അതൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരനായ ഒരു മൊലിയർ അതെങ്ങനെയാ പറ്റുക? അപ്പൊ അതുകൊണ്ട് ഇൽമു വേണം, തഖ്വ വേണം, തസവ്വുഫ് വേണം. അതിന്റെയൊക്കെ പുറത്ത് ലോകത്തുള്ള എല്ലാ ആളുകളോടും സംസാരിക്കാൻ പറ്റുന്ന ഒരു കഴിവ്, അങ്ങനെയുള്ളൊരു ഭാഷാശക്തി, അതൊക്കെ വേണം. ആ നിലക്കാപ്പ ഒരുപാട് പരിപാടികൾ തുടങ്ങിയത്. ജാമിഅ നൂരിയന്റെ കീഴിൽ 52 സഹസ്ഥാപനങ്ങളായി, ദാറുൽ ഹുദയും വാഫി കോളേജുകളും, അതൊക്കെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഈ നിലക്ക് ദീനീ പ്രബോധന പ്രവർത്തനം നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ആ സൗകര്യം വിപുലീകരിക്കുന്നതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.